പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സ്ഥിരീകരണത്തിനായി ഇന്ന് കൃപാസ്ഥാനത്താരെ നടക്കുന്ന 10,000-കണക്കിന് മനുഷ്യരുടെ പ്രാർത്ഥനയോട് കൂടെ ദൈവവേദലെ ഞാൻ നിന്നെ ഈശോനാമത്തിൽ ആശീർവദിക്കുന്നു. കർത്താവേ, ജോലിയില്ലാത്തവര്, വീടില്ലാത്തവര്, ജീവിതത്തിൽ കലഹങ്ങളും പിന്നതുകൊണ്ട് പിരിഞ്ഞു താമസിക്കുന്ന ജീവിത പങ്കാളികളെ, കുഞ്ഞുങ്ങളുടെ തെറ്റായ അവസ്ഥകൾ കണ്ട് വിഷമിക്കുന്ന മാതാപിതാക്കന്മാരെ, ശാരീരികമായ രോഗങ്ങളെ അവസരപ്പെടുന്നതും രോഗം ആകുന്നതിന് സമയമെടുക്കുന്നില്ല എന്ന് ഓർത്ത് ഉത്കണ്ഠപ്പെടുന്നവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് യാത്ര ചെയ്യുന്നവരെ, ഇന്നത്തെ യാത്രയ്ക്ക് വേണ്ടി വിവിധമായ ഒരുക്കിയിരിക്കുന്ന ലക്ഷ്യങ്ങൾ, കണ്ടുമുട്ടുന്ന വ്യക്തികൾ, സംസാരിക്കുന്ന സംഭാഷണങ്ങൾ, എഴുതുന്ന രേഖകൾ, ഒപ്പിടുന്ന ഡോക്യുമെൻറ്റുകൾ, പങ്കെടുക്കുന്ന ഇൻ്റർവ്യൂകൾ, സെൻഡ് ചെയ്യുന്ന മെസ്സേജുകൾ എല്ലാം കർത്താവിൻ്റെ കൃപയാൽ നിറയപ്പെടാനും നീ ഇന്ന് തിരികെ എത്തുന്ന സമയത്ത് കർത്താവിൻ്റെ കൃപ നിന്നും നിറഞ്ഞു നിന്നുകൊണ്ട് സന്തോഷം വന്ന് ഉറങ്ങുവാനും ഇന്നത്തെ ദിവസം മുൻനിർത്തി നീ കണ്ടുമുട്ടുന്ന ഓരോ നിമിഷങ്ങളെയും, നിൻ്റെ ഓരോ സമയങ്ങളെയും, സന്ദർഭങ്ങളെയും, എല്ലാ സംരംഭങ്ങളെയും പരിശുദ്ധമ്മ ദൈവമാതാവിൻ്റെ മധ്യസ്ഥത്തിൽ രാത്രിയും തിരിച്ചെത്തുന്നവരെ കർത്താവിൻ്റെ നാമത്തിൽ മാതാവിൻ്റെ മധ്യസ്ഥതയും ഞാൻ നിന്റെ ജീവിതത്തെയും നിന്റെ കുടുംബത്തെയും ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ദിവസങ്ങളിലെ വിശ്വാസ വളർച്ചയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. നിശ്ചലമായ വിശ്വാസം, സ്ഥിരമായ വിശ്വാസം വിശ്വാസ തളർച്ചയുടെ സൂചനയാണ്. വിശ്വാസം വളരുന്നില്ലെങ്കിൽ നമുക്ക് തളർച്ചയാണ് സംഭവിച്ചിരിക്കുന്നത്. അതെങ്ങനെ റിപ്പയർ ചെയ്യാവുന്ന ഇന്നലെ നമ്മൾ കണ്ടത്. ഇന്നിപ്പോൾ കാണുന്നത് വിശ്വാസ വളർച്ചയെക്കുറിച്ച് ബൈബിൾ വാചാലമായിട്ടാണ് സംസാരിക്കുന്നത്. ആരെയും വിശ്വാസം വളരേണ്ടതാണെന്നുള്ള കോൺസെപ്റ്റ് തന്നെയാണ് ബൈബിൾ ഉറച്ചു നിൽക്കുന്നത്. 2 തെസ്സലോനിക്കർ 1:3 വായിച്ചേ. നിങ്ങളുടെ വിശ്വാസം സമൃദ്ധമായി വളരുകയും നിങ്ങൾ ഏവരുടെയും പരസ്പര സ്നേഹം വർദ്ധിച്ചു വരികയും ചെയ്യുന്നതിനാൽ സഹോദരങ്ങളെ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും ദൈവത്തിന് ഉചിതമാം വിധം നന്ദി പറയാൻ ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു.
ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നത്. അതായത് തെസ്സലോനിയ സഭയുടെ വിശ്വാസം, അതായത് their faith is growing more and more. വിശ്വാസത്തിലേക്ക് അവർ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിശ്വാസത്തിലേക്ക് മുന്നേറുമ്പോൾ എന്നാ സംഭവിക്കണത്? ഒരു ഐഡിയോളജിക്കൽ കോൺസെപ്റ്റ് അല്ല അവിടെ വർക്ക് ചെയ്യണത്, ആശയപരമായിട്ടുള്ള വിശ്വാസമല്ല, മറിച്ച് വിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് ഒരാൾ മുന്നേറിയാൽ അത് നേരത്തെ പറഞ്ഞ പോലെ സുവിശേഷ വിഹിതമാണ്, രക്ഷാകരമാണ്, യേശു കേന്ദ്രീകൃതമാണെങ്കിൽ അത് പരസ്പരമുള്ള സ്നേഹം വർദ്ധിക്കും. വിശ്വാസം ഉണ്ടെന്ന് പറയുന്നവൻ, വിശ്വാസത്തിൽ വളർന്നുവെന്ന് പറയുന്നവൻ ഉടനെ ചെക്ക് ചെയ്യേണ്ടത് മനുഷ്യരോടുള്ള സ്നേഹം വർദ്ധിച്ചോ എന്നാണ്. ഈ സ്നേഹത്തെയൊക്കെ വിശ്വാസം ആയിട്ടാണ് ബൈബിള് വിശ്വാസത്തിൻ്റെ എക്സ്പ്രഷൻസാണ്, വില കൂടിയ എക്സ്പ്രഷൻസാണ്. വിശ്വാസത്തിൻ്റെ മൂല്യവത്തായിട്ടുള്ള എക്സ്പ്രഷൻസാണ് പരസ്പര സ്നേഹം എന്നുള്ളത്. വിശ്വാസം കൂടിയെന്ന് പറഞ്ഞാൽ ദൈവം നോക്കണത് സ്നേഹം വർദ്ധിച്ചോ എന്നാണ് നോക്കണത്. മനുഷ്യന്മാരോടുള്ള സ്നേഹം, അവശ്യരോടുള്ള സ്നേഹം, കരുണ അർഹിക്കുന്നതോടുള്ള സ്നേഹം, നമുക്കൊന്നും ലഭിക്കാതെ തന്നെ അങ്ങോട്ട് മറ്റുള്ളവരെ നിലനിർത്താനുള്ള സ്നേഹം, വളർത്താനുള്ള സ്നേഹം, ഇതൊക്കെ വളർന്നിട്ടുണ്ടെങ്കിലാണ് വിശ്വാസം വളർന്നുവെന്ന് ദൈവം കണക്കിലെടുക്കണം. അത് നമ്മൾ വളരെ ഗൗരവതരമായ ആശയപരമായിട്ടുള്ള, എനിക്ക് കഴിഞ്ഞ ആഴ്ചത്തേക്കാൾ വിശ്വാസമുണ്ട് ഇപ്പം തോന്നേണ്ടത്. ശരിക്കും പറഞ്ഞാൽ പരസ്നേഹത്തിൻ്റെ മേഖലകളിൽ അതനുസരിച്ചുള്ള അഭിവൃദ്ധി ഉണ്ടായിട്ടുണ്ടെന്ന് നോക്കണം. ശ്രദ്ധിക്കുമല്ലോ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. അപ്പോൾ അനിത ബേബി തോമസിന് ഒരു സംശയം തോന്നി. ഇത്രയൊക്കെ മാതാവിൻ്റെ ഭാഗത്ത് ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് ചെയ്ത് അടയാളം കാണിച്ച് വിശ്വസ്തത കാണിച്ച് നമ്മൾ തണുത്തപ്പോഴും ദൈവം ചൂടായത്തിന് നിന്നുകൊണ്ട് ആ കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ടപ്പോൾ അവൾക്ക് തോന്നി എൻ്റെ കയ്യിൽ നിന്ന് വല്ല മിസ്റ്റേക്കും ഉണ്ടാകുന്നു. അപ്പോഴാണ് അവൾക്ക് മൂന്നാമത് ഉടമ്പടി പുതുക്കിയെങ്കിലുമേ അവൾ സ്വന്തമായിട്ട് ചിന്തിക്കാൻ തുടങ്ങി, എന്താണ് എൻ്റെ കയ്യിൽ നിന്ന് വല്ല മിസ്റ്റേക്കും ഉണ്ടാകുന്നു. അപ്പോൾ അവർ മിസ്റ്റേക്ക് അവൾ കണ്ടെത്തി. എന്താണ്? അവൾ പത്രം വീട്ടിൽ മാത്രമേ പള്ളികൾ മാത്രമേ കൊടുക്കത്തുള്ളൂ. കാര്യം നേഴ്സായതുകൊണ്ട് പെടപെടാമെന്നിങ്ങനെ ആൾക്കാരുമായിട്ടൊക്കെ ഇൻട്രാക്ട് ചെയ്യാൻ സമയമില്ലാത്തത് കൊണ്ട് പള്ളിയിൽ പോകുമ്പോൾ ആ ക്രിയ പോക്കാൻ വേണ്ടി ആ കണ്ടവർക്കെല്ലാം കൊടുക്കും. അത്രയേ ഉള്ളൂ. 3 പുതുക്കിയെങ്കിലും ആൾ പണ്ട് എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് അത് തന്നെയാണ് ഇപ്പോൾ. 3 പുതുക്കുന്നതനുസരിച്ച് പ്രേക്ഷിത വളരണ്ടേ? അങ്ങനെയൊന്നും വളർത്തൊന്നുമില്ല. ദൈവത്തിൻ്റെ കണ്ണിപ്പോൾ ഇടാൻ വേണ്ടി ഒപ്പിച്ചുണ്ടാക്കി അതിൽ ചെയ്തെന്ന് തീർക്കാൻ വേണ്ടി അവിടെ ഇവിടെ കൊടുത്ത് ഒപ്പിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഈ സാധനം വർക്കൗട്ട് ചെയ്യാത്തത്. നിങ്ങൾ ഓർക്കണം കേട്ടോ, പുതുക്കിയ ആൾക്കാർ ഓർക്കണം. പുതുക്കുമ്പോൾ ഓർക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എടുത്തതിനേക്കാൾ ശക്തമായിട്ടാണ് ഇപ്പം ജീവിക്കണം നോക്കണം. അല്ല എടുത്തതിനേക്കാൾ ഗതികെട്ട ജീവിതമാണെങ്കിലേ പിന്നെ പറഞ്ഞിട്ടൊരു കഥയുമില്ല.
ഇപ്പൊ തീഷ്ണത ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, ഉടമ്പടി പുതുക്കുമ്പോഴേ ഉടമ്പടി എടുത്തതിനേക്കാൾ തീഷ്ണതയോട് ജീവിക്കാൻ എന്നെ ഇപ്പോൾ അഭിഷേകം ചെയ്യണം. ജീവിതത്തെ മാറ്റിമറിക്കണമേ. ആരാധന ആരാധന, ഹല്ലേലൂയ ഹല്ലേലൂയ, മഹത്വം മഹത്വം മഹത്വം, ആരാധന ആരാധന, മഹത്വം ഹല്ലേലൂയ. ദൈവമേ ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗ്ഗം തുറന്നിറങ്ങി നീ വരണമേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗ്ഗം തുറന്നിറങ്ങി നീ വരണമേ. ദൈവമേ വരണമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഒരു വ്യക്തിയോട് എന്നതിനേക്കാൾ സൂക്ഷ്മതയോട് വേണം ദൈവത്തോട് പെരുമാറാൻ. ഒന്നാമത്തെ ഒരു കുഴപ്പമുള്ള വെച്ച് കഴിഞ്ഞാൽ, എന്താണ് കുഴപ്പമെന്നൊക്കെ അറിയാമോ? എനിക്ക് മനസ്സിലാക്കുന്ന ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വ്യക്തികൾക്കുള്ളൊരു കുഴപ്പം നമുക്ക് മറന്നു പോകും ഭയങ്കരമായിട്ട്. ഇപ്പം നമ്മൾ എത്ര ഉടക്കുണ്ടായാലുവേ, ആ ആൾക്കാരെ ഉടക്കിയിരിക്കണമെങ്കിലേ നമ്മൾ ഒരു കൊല്ലം കഴിയുമ്പോൾ ഉടക്കിയ കാര്യം പോലും നമ്മൾ മറന്നു പോകും. എന്ത് വകുപ്പിനാണ് ഉടക്കിയെന്ന് അറിയാൻ പറ്റത്തില്ല. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു വിഷയം മറവിയില്ലാത്ത കാരണം പണി നമ്മൾ പാഴ്സൽ വാങ്ങിക്കും. അത് സൂക്ഷിച്ച് വേണം ഇടപെടാൻ. ദൈവത്തിന് നമ്മൾ തമ്മിൽ ഒരു വ്യത്യാസം ഞാൻ കണ്ടിരിക്കുന്നത് മറവിയില്ലാത്തതാണ്. നമുക്ക് മറവിയുണ്ട്. നമുക്ക് മറവി ഉള്ളത് കൊണ്ടാണ് നമ്മളെല്ലാം സിമ്പിൾ എടുക്കുന്നത്. ദൈവത്തിൻ്റെ ആ ബീയിങ്ങിൽ തന്നെ മറവിയില്ല. എല്ലാം ഓർത്തിരിക്കും, ക്ഷമിക്കുമായിരിക്കും. ക്ഷമിക്കുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്, പക്ഷേ മറക്കാതിരിക്കണത് പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ ബ്രാൻഡഡ് ആയില്ലേ, നമ്മൾ പറഞ്ഞ ബ്രാൻഡഡ് ആയില്ലേ. അത് കാരണമാണ് ഈ പത്രോസൊക്കെ അവസാനം വരെ നെടുവീർപ്പിട്ട് കരയുമായിരുന്നു. എന്താണ് ഈ മറവിയുടെ ട്രാക്സുകൾ മറക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ തലയിലുള്ള ആ മറവിയിൽ പത്രോസ് അനുതാപത്തെ കണ്ണീരിട്ട് അത് മറക്കാൻ വേണ്ടി പറയും, ഞാൻ തള്ളിപ്പറഞ്ഞത് നീ മറക്കണേ. അപ്പോഴത്തെ ഒരവസ്ഥ ചെയ്തു പോയതാണ്. അയാൾ ഒറ്റ പ്രാവശ്യമല്ല, മരണം വരെ അയാൾ കരയുമായിരുന്നു. ഞാൻ തള്ളിപ്പറഞ്ഞത് നീ മറക്കണേ, നീ ഇത്രയൊന്നും ചിന്തിച്ചില്ല, നീ മറന്നോ. എന്നിട്ട് ഈ മനുഷ്യൻ കണ്ണീര് കൊണ്ട് കർത്താവിന് തലച്ചോറ് കഴുകും. ഞാൻ പറഞ്ഞതിൻ്റെ ഭാഗിക ബിംബാർത്ഥങ്ങളുമാണ് മനസ്സിലാക്കേണ്ടത്, യഥാർത്ഥ അർത്ഥങ്ങളല്ല മനസ്സിലാക്കേണ്ടത് കേട്ടോ. വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അനുതാപത്തിന് മാത്രമേ ദൈവത്തിൻ്റെ മറവിയെ സബ്സിഡി ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചെങ്കിലും നിങ്ങൾ ഞെളിയരുത്, മറിച്ച് ദൈവദൃശ്യനെ പത്തോസിനെ പോലെ നിൽക്കണം അവസാനം വരെ. ഞാൻ തള്ളിപ്പറഞ്ഞത് നീ മറന്നു കളയണം. നീ ക്ഷമിക്കുമെന്ന് എനിക്കറിയാം, അതല്ല എനിക്ക് വേണ്ടത്, നീ മറന്നു കളയണം. ശ്രുതികട ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഞങ്ങളുടെ എണ്ണമറ്റ പാപങ്ങളെ നീ മറച്ചു കളയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എന്നിട്ട് വീണ്ടും ഇവളെന്ത് ചെയ്യുന്നത്, ഈ
പള്ളിയിൽ കൊടുക്കുന്ന ഫോർമാറ്റ് ചേഞ്ച് ചെയ്യും. 4-ാമത്തെ യാമത്തിലും കർത്താവ് വരുമെന്ന് പറഞ്ഞുകൊണ്ട് 4-ാമത്തെ ഉടമ്പടി പുതുക്കിയിട്ട് ആൾ ഫോർമാറ്റ് ചേഞ്ച് ചെയ്യും മൊത്തം. കാര്യം എന്താ, ഭർത്താവിന് ഒരു ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. അതാണ് ഈ ചയൻ മെയ് മാസം വരെ വെയിറ്റ് ചെയ്യണം. മെയ് മാസം ഒന്ന് കഴിയണ വരെ, മെയ് മാസത്തിൽ അമ്മ എന്നെ സഹായിക്കും, എനിക്കറിയാം. ആ വിശ്വാസത്തിലൊക്കെ നിൽക്കുകയാണ് ആൾ. എന്നിട്ട് എന്ത് ചെയ്ത്, പ്രവർത്തനങ്ങളെ ഒന്ന് ചേഞ്ച് ചെയ്ത്. എന്താ ചേഞ്ച് ചെയ്ത്, പള്ളി കൊടുക്കുന്ന പത്രം നേരെ കൊണ്ട് ഓട്ടോസ്റ്റാൻഡിൽ കൊടുക്കാൻ തുടങ്ങി. ചേഞ്ച് ചെയ്ത ആൾ പള്ളി കൊടുത്ത് ആൾക്കാരെ ഈ വിശ്വാസികൾക്ക് തന്നെ വീണ്ടും നമ്മൾ കൊടുക്കുകയല്ലേ, അതുകൊണ്ട് അവിശ്വാസികൾക്ക് കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ എന്താ കാര്യം, ദൈവത്തിന് കൂടുതൽ പ്രയോജനം ഉണ്ടാവും. എന്താ കാര്യം, നമ്മളെ ആദ്യമേ കണ്ടായിരുന്നു 25-30 എന്താണ്, പ്രയോജനമില്ലാത്ത ഈ ദാസനെ പുറത്തുള്ള അന്ധകാരത്തിലേക്ക് തള്ളിക്കളയുവാൻ. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഉടമ്പടി പുരോഗമിക്കുന്ന അനുസരിച്ച് ദൈവത്തിന് എന്ത് പ്രയോജനമെന്ന് ചിന്തിക്കണം. അല്ല നമ്മളെന്ത് വിഷയം വെച്ചാൽ നമുക്കെന്ത് പ്രയോജനം, കൊച്ചു മാനസാന്തരപ്പെട്ട, ഭർത്താവിൻ്റെ കള്ളുകുടി മാറിയ, മകന് അഡ്മിഷൻ കിട്ടിയ, വിസ പ്രോസസ്സായ, നമുക്കെന്ത് പ്രയോജനം എന്നാണ് ചിന്തിക്കണത്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ദൈവത്തെക്കുറിച്ചല്ല ചിന്തിക്കണത്, നിങ്ങളുടെ വയറ്റിപ്പഴപ്പിന് വേണ്ടി മാത്രം നിങ്ങൾ കെട്ടിയെടുത്ത് അലങ്കരിച്ച് ഇറങ്ങിയിരിക്കുകയാണ്. ദാറ്റ് ഇസ് നോൺ സെൻസ്. നമ്മൾ ദൈവത്തോട് ഇടപെടുമ്പോൾ ദൈവത്തോടുള്ളൊരു മാന്യത നമ്മൾ കാണിക്കാൻ ബാധ്യസ്ഥരാണ്. എപ്പോഴും നമ്മൾ ദൈവത്തിന് എന്ത് പ്രയോജനം എന്നുള്ള ഫോർമാറ്റിൽ തന്നെ വർക്ക് ചെയ്യണം. ഇവൾ പറയണതേ, ഇവൾ സന്ധ്യക്ക് ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ ചെന്ന്, ഒറ്റ പെണ്ണാണ്. അപ്പോൾ അവർ ഓട്ടോക്കാരെല്ലാം കൂടി ഇവിടെ വളഞ്ഞാൽ പറഞ്ഞ് നിങ്ങൾ മതം മാറ്റാൻ നടക്കുകയല്ലേ, ഇത് തോന്നിയോസല്ലേ കാണിക്കണത്. അപ്പോൾ പറഞ്ഞു, ചേട്ടാ മതം മാറ്റമൊന്നുമല്ല, ചേട്ടന്ന് വായിച്ചു നോക്ക്. അതായത് ഒരു മനുഷ്യനെ നിലനിർത്തുന്നത് അതിജീവിക്കണം വിശ്വാസമാണെന്നും പറഞ്ഞുകൊണ്ട് ഇവൾ കിട്ടിയ അനുഭവങ്ങളൊക്കെ പറയാൻ തുടങ്ങും. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അവരെല്ലാം അവസാനം ഇവരെല്ലാം പത്രം ഇവരോട് ചോദിച്ച് വാങ്ങിക്കണ കണ്ടീഷനായി. നോക്കിയാൽ ഒരാളെ നോക്കിയേ, ആദ്യം ഈ ആണുങ്ങളെ കാണുമ്പോൾ കൂട്ടത്തിൽ സന്ധ്യക്ക് ആണുങ്ങളെ കൂട്ടി നിൽക്കുമ്പോൾ പേടിയേണ്ട ആളാണ് അവരോട് 20 പേരോട് ഒരുമിച്ച് സുവിശേഷം പറയുകയാണ് ഓട്ടോ സ്റ്റാൻഡിൽ നിന്നുകൊണ്ട്. അപ്പോഴേ ദൈവത്തിന് മനസ്സിലാകും ഇത് വേറെ മാറിയ ആൾ ഉടമ്പടി പുതുക്കുന്നതനുസരിച്ച് വളരെ ഇടിച്ച വിശ്വാസിയായി മാറുകയാണ്. തന്നെയല്ല, കർത്താവിന് പ്രയോജനമുള്ള വ്യക്തിയായിട്ട് മാറുകയാണ്. അപ്പോഴെന്ത് പോയി, മെയ് 15 ഇപ്പം ദിവസം മാറുകയാണ്, ദിവസം പോവുകയാണ്. പക്ഷേ മെയ് 15 കഴിഞ്ഞപ്പോൾ ഇവൾ പ്രഗ്നൻ്റായി. അപ്പോൾ നോക്കിയേ, എനിക്ക് ഈ ചായനോട് പറയുന്നത്, അതായത് ഭർത്താവിൻ്റെ വിശ്വാസം സംരക്ഷിക്കാൻ വേണ്ടി അവൾ ഒരു ഡേറ്റ് ഇടുകയാണ്, ദൈവമായിട്ടൊരു സമയം കുറിക്കുകയാണ്. മാതാവിൻ്റെ മാസമാണ്, മാതാവ് എനിക്ക് തീർച്ചയായിട്ടും കുഞ്ഞിനെ തരും, മെഡിക്കൽ സയൻസ് അല്ലാതെ തന്നെ എനിക്ക് കുഞ്ഞിനെ കിട്ടും, എൻ്റെ ഭർത്താവിൻ്റെ വിശ്വാസം ഞാൻ ഇതിലൂടെ നിലനിർത്തും. എന്തെല്ലാം മെൻറ്റേഷൻസാണ് എടുക്കണമെന്ന് നോക്കിയേ. അതായത് ഉടമ്പടി ഇക്കാലങ്ങളിൽ ഞെട്ടിപ്പിക്കുന്ന വലിയ സുവിശേഷ സാക്ഷികളെ സൃഷ്ടിച്ചുകൊണ്ട് ഒരു ജൈത്രയാത്ര നടത്തുന്ന നമുക്ക് കാണാം. ശ്രുതികട്ടെ ഹല്ലേലൂയ. ഇവർ മാർച്ചിൽ വന്നപ്പോൾ 1 മാസത്തെ ലീവിനാണ് വന്നത്. അപ്പം 1 മാസത്തിന് മുമ്പ് ഞാൻ മാമോദീസ നടത്തി കുഞ്ഞിനെ ഹസ്ബൻഡിന് പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ നിൽപ്പോൾ കാണാം എൻ്റെ മോൾക്ക് പെട്ടെന്ന് ഇതിൻ്റെ ഒരു അസുഖം വന്ന്, ഗോൾ ബ്ലാഡറിന് ഒരു പ്രോബ്ലം വന്ന്, അങ്ങനെ അതിനെ 10-ാം തീയതി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. അങ്ങനെ ആഹയ്ക്ക് എല്ലായ്പ്പോഴും ഞങ്ങൾക്ക് പ്രയാസങ്ങൾ വന്നു. പക്ഷേ ഒരു കുഴപ്പമില്ലാതെയും ആ ഓപ്പറേഷൻ വളരെ സക്സസ് ആയിട്ട് നടത്തി, കുഴപ്പമില്ലാതെ കുഞ്ഞിനെ മാമോദീസ മാർച്ച് 28-ാം തീയതി നടത്തി. അവളുടെ ഹസ്ബൻഡിന് ഏപ്രിൽ മാസം 1-ാം തീയതി പോകാനും സാധിച്ചു. പിന്നെ രണ്ടാമത്തെ സാക്ഷ്യം ഞാൻ പറയുന്നത്, എൻ്റെ മൂത്ത കുട്ടിക്ക് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞാണ്, അവൾക്ക് IELTS എഴുതിയപ്പോൾ നല്ല സ്കോറോടുകൂടി അമ്മയെടുത്ത് വന്ന് പ്രാർത്ഥിച്ച്, ഞാൻ ഉടമ്പടി വെച്ച് പ്രാർത്ഥിച്ച് അടുത്ത മാസം ഞാൻ വന്ന് പത്രം മേടിക്കാനായിട്ട് വന്നപ്പോൾ അവൾ വിളിച്ചു പറയുന്നത്, നമ്മളൊന്നിരുന്ന് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ ഇന്ന് തന്നെ അവളുടെ റിസൾട്ട് അറിഞ്ഞ റിസൾട്ട്. അപ്പോഴാണ് അവൾ വിളിച്ചു പറയുന്നത്, അവൾക്ക് നല്ല സ്കോറോടുകൂടി 8.85 മാർക്കോടുകൂടി സ്കോർ കിട്ടി, IELTSന് സെലക്ഷൻ കിട്ടിയെന്ന് പറഞ്ഞു. അതിനുശേഷം ഞങ്ങൾ വീണ്ടും അവൾക്ക് UK പോകാനുള്ള ഒരു ഇൻ്റർവ്യൂ ആയിരുന്നു. ആ ഇൻ്റർവ്യൂവിന് പ്രോസസ്സ് നടത്തി പെട്ടെന്ന് എത്രയും പെട്ടെന്ന് 1 മാസം പോലും എടുക്കുന്നത് ഏപ്രിൽ മാസം 12-ാം തീയതി അവൾക്ക് UK പോകാനുള്ള ചാൻസ് കിട്ടി, 2ാം തരംഗം കിട്ടി. അതുപോലെ തന്നെ എൻ്റെ
മൂത്ത മോളുടെ ഹസ്ബൻഡിന് അവ കുറേ കാലമായിട്ട് ഒരു PhD ചെയ്ത് അത് മുടമ്പടി കിടക്കുകയായിരുന്നു, ഒരു വിധത്തിലും ചെയ്ത. ഈ മാസം ഞാനത് പ്രത്യേക ഉടമ്പടി വെച്ചു, പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി. അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞു, മോനെ നീ പ്രതീക്ഷണ പ്രാർത്ഥനയും ചൊല്ലിക്കൊണ്ട് പോകണം. ഒരു ബുക്ക് ഞാൻ അവർക്ക് കൊടുത്തായിരുന്നു, തൈലം കൊടുത്തതുകൊണ്ട് നീ ഈ തൈലം തയ്ച്ചുകൊണ്ട് നീ പ്രസൻറ്റേഷന് പോകുമ്പോൾ ഇത് പോവുക, നിനക്കൊരു കുഴപ്പവും വരത്തില്ല, ഈ പ്രാവശ്യം നിനക്കൊരു കുഴപ്പമില്ലാതെ. അതുപോലെ തന്നെ സൂക്ഷ്മം പോലെ അവനും ആ PhD കിട്ടി. ദൈവമാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു. ഇത് കണക്ക് നേരത്തെ ഞാനൊത്തിരി പറഞ്ഞു, എൻ്റെ മൂത്ത മോളുടെ കുഞ്ഞിന് ഒരു സംസാരത്തിന് വൈകല്യം ഉണ്ടായിരുന്നു. അത് ഇവിടെ ഉടമ്പടി വെച്ച് പ്രാർത്ഥിച്ചതിനെ കഴിഞ്ഞ രാത്രി പറഞ്ഞതാണ്. പെട്ടെന്ന് തന്നെ അത് സംസാര തടസ്സം മാറി നല്ല എന്തോ ചെയ്യാൻ സാധിച്ചു. അതുപോലെ തന്നെ ഇവർക്ക് ദുബായിൽ കോവിഡ് കാലഘട്ടത്തിലാണ് ഇവളുടെ ഹസ്ബൻഡിൻ്റെ ജോലി നഷ്ടപ്പെട്ടപ്പോൾ പെട്ടെന്ന് തന്നെ ആ ജോലി തീരുന്നതിന് മുമ്പായിട്ട് ഇവൾക്ക് പെട്ടെന്നൊരു ജോലി, ആ സമയത്ത് മാതാവ് അനുഗ്രഹിച്ചൊരു ജോലി അവൾക്ക് കിട്ടി. അതുകൊണ്ട് അവർക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ പോയി. അതിനുശേഷം ഞങ്ങൾ വണക്കമാസം മാതം ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒക്ടോബർ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി തിരിച്ച് ഒക്ടോബർ മാസത്തിൽ അവന് നല്ലൊരു ജോലി കിട്ടി. ഞങ്ങളെ മാതാവ് എനിക്ക് ഒത്തിരി അനുഗ്രഹം തന്ന ദൈവമാതാവിന് 1000 നന്ദി ഞങ്ങൾ പറയുന്നു. എൻ്റെ പേര് അനുഷ സോണിയാണ്. ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വരുന്നു. എനിക്ക് 6 വർഷമായിട്ട് മക്കളില്ലായിരുന്നു. PCOD അസുഖം ഉണ്ടായിരുന്നു. എൻ്റെ കൂട്ടുകാരി പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചത്. അത് പ്രാർത്ഥിച്ചു 1 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ പ്രഗ്നൻ്റ് ആകുകയും ചെയ്തു. PCODയുടെ ഒരു കുഴപ്പമില്ലാതെയാണ് എനിക്ക് പ്രഗ്നൻ്റ് ആകാൻ പറ്റിയത്. അത് കഴിഞ്ഞ് മോന് 1 വയസ്സായി കഴിഞ്ഞത് ഉടനെ തന്നെ അടുത്ത് ഞാൻ പ്രഗ്നൻ്റായി. അങ്ങനെ ഞാൻ ഇവിടെ സാക്ഷ്യം പറയാൻ വന്നതാണ്. അമ്മ മാതാവ് തന്ന അനുഗ്രഹിച്ച അനുഗ്രഹത്തിന് കോടാനുകോടിന് നന്ദി പറയുന്നു. അതുപോലെ തന്നെ രണ്ടാമത് എൻ്റെ ചേട്ടൻ ഡോക്ടറായിട്ട് പഠിച്ചു, എക്സാം പാസ്സാകാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. അതുപോലെ അതും നടത്തി തന്നു അമ്മ മാതാവ്. ഇപ്പോൾ ചേട്ടൻ ഡൽഹി മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ 1 വർഷത്തേക്ക് അവിടെ ഡോക്ടറായിട്ട് കിട്ടിയിരിക്കുകയാണ്. ഇത് രണ്ടുമാണ് എനിക്ക് അമ്മ മാതാവ് തന്ന ഏറ്റവും വലിയ 2 അനുഗ്രഹങ്ങളും. അമ്മ മാതാവിന് കോടാനുകോടി നന്ദികളും ഞാൻ പറയുന്നു. എൻ്റെ പേര് റോണിയ. ഞാൻ എറണാകുളത്തുനിന്ന് വരുന്നു. 8 ഏക്കർ പള്ളി ഇടവകയാണ് ഞാൻ 2019 ഇവിടെ നിന്ന് ഉടമ്പടി എടുത്തത്. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ 2018 തൊട്ട് OET എക്സാം, ഞാനിവിടെ നഴ്സായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. അങ്ങനെ 2018 തൊട്ട് ഞാൻ OET എക്സാം എഴുതുന്നുണ്ടായിരുന്നു. 3 പ്രാവശ്യം എഴുതി, ഞാൻ 3 പ്രാവശ്യം തോറ്റുപോയി. അങ്ങനെ ഞാൻ കൃപാസനം പത്രം വായിക്കുകയുണ്ടായി. സാക്ഷ്യത്തിൽ നിന്ന് ഞാൻ കേട്ട് മനസ്സിലായി കഴിഞ്ഞപ്പം ഞാൻ OETയുടെ 3ാമത്തെ എക്സാമിന് റിവാലുവേഷന് കൊടുത്തു. അങ്ങനെ അത്ഭുതം എന്ന് പറയട്ടെ, എനിക്ക് C ഗ്രേഡ് ആയിരുന്നു റൈറ്റിങ്ങിന്. അത് റിവാലുവേഷൻ റിസൾട്ട് വന്നപ്പോൾ B ഗ്രേഡായി കിട്ടി. മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് എനിക്കത് കിട്ടിയത്. രണ്ടാമത് ഞാൻ അയർലൻഡ് പ്രോസസ്സിങ് ഞാൻ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. 2019 ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ എനിക്ക് ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു. അവിടെ നിന്ന് അയച്ച ലെറ്ററൊന്നും എനിക്ക് എൻ്റെ വീട്ടിൽ കിട്ടിയില്ല. പിന്നെ ഇൻ്റർവ്യൂ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ആ സമയത്താണ് കോവിഡ് വന്നത്. അങ്ങനെ എനിക്ക് എൻ്റെ പ്രോസസ്സിങ് 1 വർഷത്തോളം നീണ്ടുപോയി. അങ്ങനെ ഞാൻ വിചാരിച്ചു എനിക്കിനി അയർലൻഡ് പോകാൻ പറ്റില്ല. അങ്ങനെ ഞാൻ UK പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ അതും ഈ കോവിഡ് കാരണം കൊണ്ട് എൻ്റെ കാലാവധി കഴിഞ്ഞതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ കാലാവധി എല്ലാം കഴിഞ്ഞു, ഇനി എനിക്ക് പോകാൻ പറ്റില്ലെന്ന് വിചാരിച്ചു. പക്ഷേ മാതാവിൻ്റെ കൃപാസന പത്രം വായിക്കുകയും കാശുരൂപം വെച്ച് എന്നും പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് എൻ്റെ അയർലൻഡിലെ ഡിസിഷൻ ലെറ്ററിൻ്റെ കാലാവധി അവർ നീട്ടിത്തന്നു. 6 മാസത്തേക്ക് നീട്ടിത്തന്നു. അതിൻ്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് അയർലൻഡിൽ പോകാൻ സാധിച്ചു. പിന്നെ എനിക്ക് ഇൻ്റർവ്യൂ അവിടെ കിട്ടണ്ടായിരുന്നില്ല. പക്ഷേ അവസാനം പെട്ടെന്ന് ഒരു ഇൻ്റർവ്യൂ വരികയും ഞാൻ നഴ്സാണെങ്കിലും എന്നെ അങ്ങോട്ട് കെയറായിട്ടാണ് എടുത്തത് അവർ. പക്ഷേ അവിടെ ചെന്നു, അയർലൻഡിൽ ഒരു 2 മാസത്തിനുള്ളിൽ എനിക്ക് പോകാൻ പറ്റി. പിന്നീട് അത് കഴിഞ്ഞ് അവിടെ ചെന്ന് കെയറായിട്ടിരുന്ന ഞാൻ പെട്ടെന്ന് അവിടെ നഴ്സിൻ്റെ വേക്കൻസി വരികയും എന്നെ അവർ നഴ്സായിട്ട് നിയമിക്കുകയും ചെയ്തു. ഇവിടെ അതാണ് എൻ്റെ 2ാമത്തെ അനുഗ്രഹം. പിന്നെ ഇവിടെ ഞാൻ PSC എഴുതി നഴ്സായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു ഗവൺമെൻറ്റിൽ. അപ്പോൾ 5 വർഷം അവർ ലീവ് തരില്ലെന്ന് എനിക്ക് പറഞ്ഞു. അതിൻ്റെ പുറകെ ഞാൻ കുറേ ഓടി. ഇവിടെ വന്ന് എന്നും എല്ലാ മാസവും വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് ഇവിടെ നിന്ന് ലീവ് അവർ അനുവദിച്ച് തന്നു. ഇപ്പോൾ ഞാൻ അയർലൻഡിൽ നഴ്സായിട്ട് ജോലി ചെയ്യുകയാണ്. ഇതൊക്കെയാണ് എനിക്ക് മാതാവ് നൽകിയ അനുഗ്രഹം. അതിന് മാതാവിനും ഈശോയ്ക്ക് 1000 നന്ദി. ആദ്യം അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി പറയുന്നു. ഞാനിവിടെ ആദ്യം സാക്ഷ്യം പറയുന്നത്, ഞങ്ങളുടെ 12 വർഷമായി. എൻ്റെ പേര് ഷീബ, മണ്ണാർക്കാട് നിന്നും വരുന്നു, പാലക്കാട് ഡിസ്ട്രിക്റ്റ്. ഞങ്ങൾ 12 വർഷമായി താമസിച്ചിരുന്ന വീട്
ഭർത്താവിൻ്റെ ജ്യേഷ്ഠൻ്റെ ആയിരുന്നു. അത് അനിയനും എൻ്റെ ഭർത്താവിനും കൂടി എഴുതി വെച്ചതായിരുന്നു. ഭർത്താവിൻ്റെ ജ്യേഷ്ഠൻ മരിക്കുന്നതിന് ഒരാഴ്ച മുമ്പേ ഭർത്താവിൻ്റെ അനിയനെ അത് എഴുതി കൊടുത്തു. ആ ജ്യേഷ്ഠൻ ഞങ്ങളോട് 15 ദിവസത്തിൻ്റെ ഉള്ളിൽ ഇറങ്ങണമെന്ന് ആവശ്യപ്പെട്ടു. ഞാനൊന്നും ഈശോയെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. എന്നും പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ യൂട്യൂബിൽ കൂടെയാണ് ഞാൻ കൃപാസനത്തിൽ കണ്ടത്. ഇവിടെ വന്ന് ഞാൻ 2019 ഒക്ടോബറിൽ വന്ന് ഇവിടെ വന്ന് അമ്മയോട് പ്രാർത്ഥിക്കുകയും എനിക്ക് അച്ഛനെ കാണാൻ സാധിക്കുകയും ചെയ്തു. അച്ഛൻ മുകളിലേക്ക് കയറിപ്പോകുമ്പോൾ എൻ്റെ കൂടെ ഒരു സഹപ്രവർത്തകൻ കൂടി ഉണ്ടായിരുന്നു.